എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വിവാഹ പൊരുത്തം. അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതായത് എല്ലാ പേരൻസിനും അതൊരു ടെൻഷനാണല്ലേ. ആ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളോ ആൺകുട്ടികളോ ഉള്ള വീട്ടിൽ ഒരേ ടെൻഷനാണ് പൊരുത്തം നോക്കുന്ന കാര്യത്തിൽ. അപ്പോൾ അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ കുറച്ച് മനസ്സിലാക്കി വെച്ചാലും പ്രയോജനപ്പെടും. പൊതുവേ ഞാൻ പഠിക്കുന്ന ടെക്സ്റ്റുകളിലൊന്നും ഞാൻ അധികം ടെക്സ്റ്റുകളൊന്നും വായിച്ചിട്ടില്ല. അതായത് ഇപ്പം ഹോരാശാസ്ത്രം, പിന്നെ ഫലദീപിക, ജാതക പാരിജാതം, പിന്നെ മഹാഭാരതം, രാമായണം, ഋഗ്വേദം, അങ്ങനെയുള്ള ഇതിഹാസ ബുക്കുകൾ, അല്ലെങ്കിൽ ജ്യോതിഷത്തെ പറ്റിയുള്ള കുറച്ചുകൂടെ ബുക്സുകളും വായിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി അത്രയും ഞാൻ പഠിച്ചത് BV രാമൻ സാറിൻ്റെ ബുക്സാണ്. ഞാൻ അവിടെയാണ് ഐക്കാസിലാണ് പഠിച്ചത് ആദ്യം. അപ്പോൾ അവിടുത്തെ ബുക്സാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത്ര ഒരു വലിയ ഒരു ബുക്ക് അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച അറിവുകൾ കുറവാണ്. പക്ഷെ ഞാൻ വായിച്ച അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഗ്രന്ഥങ്ങളിലൊന്നും പൊരുത്തമെന്ന് പറയുന്നില്ല. എവിടെയും വിവാഹത്തിന് 2 ജാതകങ്ങളെ ചേർത്ത് വെച്ച് വിവാഹം കഴിപ്പിക്കണം എന്നുള്ള രീതി ഞാൻ വായിച്ചിട്ടേ ഇല്ല. പക്ഷേ എൻ്റെ കല്യാണത്തിനും എൻ്റെ പേരൻസ് പൊരുത്തം നോക്കി തന്നെയാണ് വിവാഹം നടത്തിയത്. അപ്പോൾ അത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം വന്നതാണോ ഈ പൊരുത്തം എന്നുള്ളത് അറിയില്ല. എന്തെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഒരു ഇപ്പോൾ വാഹന സൗകര്യമൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ഒരിടത്ത് താമസിക്കും. അപ്പോൾ അവർക്ക് പരസ്പരം അറിയാമായിരിക്കും. അപ്പോൾ അങ്ങനെ വിവാഹം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കല്യാണം നടത്തും. അപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മാറിയപ്പോൾ ജെൻസിന്, അതായത് എന്താണെന്ന് പറയാൻ, ഫസ്റ്റ് വൈഫ് ഇരിക്കെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം, കുഞ്ഞുങ്ങൾ ജനിച്ചില്ല എന്നൊക്കെ പ്രശ്നം വരുമ്പോൾ അവർ പോയി വേറെ വിവാഹം കഴിക്കും. അപ്പോൾ ആദ്യത്തെ ഭാര്യയ്ക്ക് പ്രശ്നമില്ലേ, അവർക്ക് ഒരു നീതി കിട്ടാനുള്ള വഴിയില്ല. അവരത് അടങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകണം എന്നുള്ളൊരു കണ്ടീഷൻ വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങൾ കൊണ്ടാണോ പിന്നെ ദൂരെ സ്ഥലങ്ങളിലോട്ടൊക്കെ മാറാൻ തുടങ്ങി. അപ്പോൾ ഇവർക്ക് ചേർച്ചയുള്ള ആളിനെ തന്നെ ചേർത്ത് കൊടുക്കണം, പ്രശ്നം വരണ്ട എന്നുള്ള രീതിയിലാണോ ഈ പൊരുത്തം കൊണ്ടുവന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോഴതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെയാണ്. എങ്ങനെയാണ് ഈ വിവാഹ പൊരുത്തം എന്നുള്ളത് ഈ ജ്യോതിഷത്തിൽ വന്നതൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ അന്നത്തെ കാലത്ത് ആചാര്യന്മാർ 10 പൊരുത്തം എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പാപസാമ്യം, ശുക്രാദ്, ചന്ദ്രാദ് എന്നൊക്കെ നോക്കി ഒക്കെയാണ് നോക്കുന്നത്. 5.5 പൊരുത്തം, 6.5 പൊരുത്തം എന്ന് പറയും. 6ന് മേലെ നല്ല പൊരുത്തം, അതായത് ഉത്തമം, പിന്നെ മധ്യമം, അധമം എന്നൊക്കെ പറയുന്നുണ്ട്. ശുക്രാദ്, ചന്ദ്രാദൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം കാലങ്ങളിൽ ഞാനും ഇതൊക്കെ തന്നെയാണ് പഠിച്ചത്. പക്ഷേ കാലക്രമേണ എല്ലാവരും ആ 10 പൊരുത്തത്തെയും മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് അതിൽ നിന്ന് എടുത്തുകൊണ്ട് ബാക്കി ഗ്രഹനില നോക്കി 2 ജാതക രാശിഘട്ടം നോക്കി പൊരുത്തം നോക്കി കൊടുക്കുന്ന ഒരു പതിവ് വന്നു. അപ്പോൾ പഴയ അതായത് ആചാര്യന്മാർ കൊടുത്ത 10 പൊരുത്തത്തെ നമ്മൾ അവഗണിച്ചുകൊണ്ട് വെറും രാശിഘട്ടം മാത്രം നോക്കി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഒരു കൺഫ്യൂഷനാണ്. കാരണം അവരെന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടായിരിക്കും ആ നക്ഷത്രങ്ങൾ വെച്ച് കൊടുത്തിട്ടുള്ളതല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അവഗണിക്കാതെ അതിൽ നിന്ന് നമ്മൾ അതിനെ മനസ്സിലാക്കും, ഉള്ളിൽ അതെന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി ആ 10 പൊരുത്തത്തെയും, കുറേ പൊരുത്തം ഉണ്ടായിരുന്നാണ് പറഞ്ഞത്, 36 പൊരുത്തമൊക്കെ ഉണ്ടായിരുന്നതിനെ മാറ്റി 10ആക്കി കൊണ്ടുവന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഈ ഗ്രഹനിലയിലോട്ട് മാറ്റി നോക്കുക, അതിൽ കൊടുത്തിട്ടുള്ള പോസിറ്റീവൊക്കെ എടുക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതെന്താണെന്ന് നമ്മൾ ഉള്ളിൽ ചെകയുക. എന്താണത്, അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനെ ഈ ഭാവങ്ങളിലും ഈ ഗ്രഹങ്ങളിലോട്ടും കൊണ്ടുവന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ റിസർച്ച് പോലെയാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ളതൊക്കെ റിസർച്ചാണ് ഇപ്പോൾ നടത്തുന്നത്. എങ്ങനെയാണ്, എന്താണ് അപ്പോൾ രജ്ജു പൊരുത്തം എന്ന് പറയുന്നു, വശ്യം,
യോനി, അതൊക്കെ എന്താണ്, അതെങ്ങനെ ഭാവത്തിലോട്ട് മാറ്റാൻ പറ്റും, ഗ്രഹനിലയിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. കാരണം രജ്ജു എന്ന് പറയുമ്പം രോഗത്തെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെന്തുകൊണ്ടാണ് അവർ തല മുതൽ കാല് വരയ്ക്കും പാദരജ്ജു, ശിരസ് ഖണ്ഡം, ഇങ്ങനെ ഓരോ പിന്നെ ഉദരരജ്ജു, തുടരജ്ജു, പാദരജ്ജു, ഇങ്ങനെ ആരോഹണം അവരോഹണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ ഒരു ദിവസം ഒരു ആളിൻ്റെ പടമൊക്കെ വരച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതെന്താണ്, വശ്യം എന്താണ്, വശ്യം ആവശ്യമാണോ, അല്ലെങ്കിൽ യോനി പൊരുത്തം മെയിനായിട്ട് വേണോ, നാഡീ പൊരുത്തം, ഇങ്ങനെ പലതും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാം അവഗണിക്കാതെ അങ്ങനെ ഒന്നുമില്ല എന്ന് നമ്മൾ ഒരിക്കലും എടുക്കരുത്. ആ നക്ഷത്രങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ ആ പൊരുത്തം ആവശ്യമേ ഇല്ല, വെറും ഈ പൊരുത്തം മാത്രം നോക്കിയാൽ മതി എന്നുള്ളതല്ല. അതിലെന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെയും ഇതേയും കൂടെ ചേർത്ത് നമ്മൾ പൊരുത്തം നോക്കി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്. അവഗണിക്കാൻ പാടില്ല, ടോട്ടലി അവഗണിക്കാനാണെങ്കിൽ പാടില്ല. അതെന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു അസ്ട്രോളജർക്ക് മനസ്സിലാകുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ആദ്യത്തെന്ന് വെച്ചാൽ എവിടെയും ഞാൻ ബുക്കിൽ കണ്ടിട്ടില്ല, പിന്നെ വന്ന കാര്യമാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പെൺകുട്ടിയുടെ നക്ഷത്രത്തിൽ നിന്നാണ് എല്ലാം നോക്കുന്നത്. കാരണം പെൺകുട്ടിക്കാണ് എല്ലാ ദോഷവും നോക്കി ഒരു ആൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊടുക്കുന്നത്, ആൺകുട്ടിക്ക് കല്യാണം കഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പെൺകുട്ടിക്കാണ് എല്ലാം നോക്കേണ്ടത്. അപ്പോൾ അതുമാത്രമല്ല, നമ്മൾ വിവാഹ കാര്യം എന്ന് പറയുമ്പോൾ ഇതൊരു വല്ലാത്ത കൺഫ്യൂഷനാണ്. എനിക്ക് ഫോൺ കോൾ വരുന്നുണ്ട്. മേഡം ചിലർ പറയുന്നു ആൺകുട്ടിയുടെ നിന്ന് തുടങ്ങുന്നില്ല, പെൺകുട്ടിയുടെ നക്ഷത്രത്തിൽ നിന്നാണ് പൊരുത്തം തുടങ്ങുന്നത്, ഈ നക്ഷത്ര പൊരുത്തമൊക്കെ. അപ്പോൾ അതിന് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിവാഹം എടുക്കുമ്പോൾ വിവാഹകാരകൻ ശുക്രനാണ്. അപ്പോൾ ശുക്രൻ പെൺ അല്ലേ, അപ്പോൾ അതിൽ നിന്നും പെൺ നക്ഷത്രങ്ങളെ വെച്ചായിരിക്കും അത് പെണ്ണിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. അതുമാത്രമല്ല, പെൺകുട്ടിക്കാണ് കൂടുതൽ ദോഷങ്ങൾ പറയുന്നത്. ആൺകുട്ടികൾക്ക് എവിടെയും ഞാൻ വായിച്ചിട്ടില്ല അവർക്ക് ചൊവ്വാദോഷം ഉണ്ടെന്നോ അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ ദോഷം ഉണ്ടെന്നൊന്നും എവിടെയും വായിച്ചിട്ടില്ല കേട്ടോ. ആക്ച്വലി എല്ലാം പെൺകുട്ടികളുടെ ജാതകത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇവർക്കാണ് ജാതകങ്ങൾ നല്ലത് നോക്കി സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കിയെടുക്കാം. ശുക്രൻ വിവാഹകാരകനായതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം ഈ തരത്തിലെടുക്കുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അതേ ആൻസർ പറയാൻ പറ്റുള്ളൂ. വേറെ എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയില്ല. ആചാര്യന്മാർ ആരാണ് ഇങ്ങനെ ചെയ്തതൊന്നും നമുക്കറിയില്ല. നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ അതിൻ്റെ കാരകത്വങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ജ്യോതിഷം നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 10 പൊരുത്തവും ഞാൻ പറഞ്ഞില്ല, അതെന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഗ്രഹനിലയിൽ അത് ആവശ്യമുള്ളത് എടുക്കുക, ആവശ്യമില്ലാത്തത് മാറ്റിയിട്ട് എന്തൊക്കെ വേണമെന്നുള്ളത് ഈ ഗ്രഹനിലയിൽ അതെങ്ങനെ എടുക്കാം. യോനി പൊരുത്തം എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതെങ്ങനെയാണ് ഗ്രഹനിലയിൽ എടുക്കേണ്ടതെന്നും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പൊരുത്തം 2 ജാതകത്തിൽ നോക്കണം. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, എല്ലാ അസ്ട്രോളജേഴ്സും ചെയ്യേണ്ട ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ, ഒരു പൊരുത്തം നോക്കി കൊടുത്താൽ ആ പൊരുത്തം നോക്കി കൊടുക്കുന്ന ഫാമിലിയുമായിട്ട് നമ്മളെപ്പോഴും കോണ്ടാക്റ്റിലിരിക്കണം. കാരണം അവരുടെ പേരൻസുമായിട്ട് ഒരു ജാതകം ശരിയാക്കി കൊടുത്തു, അവർക്ക് അത് കഴിഞ്ഞിട്ട് അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കണം. അപ്പോൾ ആ രീതിയിൽ അവരെങ്ങനെ സന്തോഷമായിട്ട് പോകുന്നുണ്ടോ, അവരുടെ അടുത്ത ദേശം 6, 8 ഒന്നും വരാൻ പാടില്ല, എല്ലാം നോക്കിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുടെ കുറേ വർഷക്കാലം, അതായത് എന്താണെന്ന് വെച്ചാൽ, ഒരു വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ജനിച്ച ശേഷം ആ കുഞ്ഞുങ്ങളുടെ വിവാഹപ്രായം അല്ലെങ്കിൽ വിവാഹം കഴിയുന്നവരേക്കും ഈ ദമ്പതികൾ പിരിയാൻ പാടില്ല. ഒരു തരത്തിലും, ഏത് തരത്തിലും ശരി, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ആ വേർപിരിയലേ പാടില്ല. അവർ ഉണ്ടായിരിക്കണം. ആ കുട്ടികൾക്ക് അമ്മയും അച്ഛനും ആവശ്യമാണ്. ആ ഒരു 30, 35, 40 വർഷം വരേക്കും ആ പൊരുത്തം നോക്കി കൊടുക്കാനുള്ള ഒരു ആസ്ട്രോളജർക്ക് ഉണ്ടായിരിക്കണം. നോക്കാറുണ്ടല്ലോ 20 വർഷം, 25 വർഷം, അല്ല 30, 35, 40 വർഷം വരേക്കും ആ ജോഡികൾ നല്ല രീതിയിൽ ജീവിച്ചു പോകണം. ഒരു തരത്തിലും, ഏത് തരത്തിലായാലും വേർപിരിയാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ആ കുട്ടികളുടെ വിവാഹം, അവർ ജോലി കിട്ടി വിവാഹം കഴിഞ്ഞ് അവർ സെറ്റിലായ ശേഷം ഉള്ള പ്രശ്നങ്ങൾക്കാണെങ്കിൽ ഓക്കെ, പക്ഷേ അതുവരേക്കും അവരുടെ ബന്ധം പിരിയാൻ പാടില്ല. ഏത് തരമായിരുന്നാലും ശരി, എങ്ങനെയായിരുന്നാലും പിരിയാൻ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അത് ശരിയാക്കി കൊടുക്കണം ആ പൊരുത്തത്തിൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ചില ദോഷങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ചില പരിഹാരങ്ങളുണ്ട്. അതിനെ എങ്ങനെയെങ്കിലും പണക്കങ്ങൾ 2 ദിവസം വീട്ടിൽ മാറി നിൽക്കാം, 7 ദിവസം മിണ്ടാതിരിക്കാം, എല്ലാ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരുടെ എന്ത് തന്നെ ആയിരുന്നാലും, ഒരു സൈഡ് ഒരാളിന് അസുഖമായിട്ട് എന്തെങ്കിലും കിടപ്പിലായി പോയാൽ കൂടി അവർ വേർപിരിയാൻ പാടില്ലാത്ത രീതിയിൽ ആ പൊരുത്തം ശരിയാക്കി കൊടുക്കണമെന്നാണ്
ഞാൻ മനസ്സിൽ കരുതുന്നതെന്ന്. അങ്ങനെ ആണെങ്കിൽ മാത്രമേ അത് അവരുടെ ജീവിതം നമുക്ക് സക്സസ്ഫുള്ളായി എന്ന് പറയാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു അസ്ട്രോളജർക്ക് അവരുടെ സക്സസ് റേറ്റ് നിലനിർത്താൻ പറ്റൂ. ഞാനൊരു 100 ജാതകം ചേർത്ത് കൊടുത്തു, 100ഉം നല്ല രീതിയിൽ 100 ആ പൊരുത്തം അത്ര 100 പേര് നല്ല രീതിയിൽ ജീവിക്കുന്നു എന്ന് അറിയുമ്പോഴല്ലേ ഇവരുടെ സക്സസ് റേറ്റ് കൂടുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ആ പേരൻസുമായിട്ട് കോണ്ടാക്റ്റിൽ ഉണ്ടായിരിക്കണം. അത് മെയിനായിട്ടാണ്. അപ്പോൾ അത്രയും കോൺഫിഡൻസും അത്രയും നല്ല രീതിയിൽ നമ്മൾ നോക്കുമെന്നുള്ള ആ പൊരുത്തം നോക്കുമെന്നുള്ള ഒരു ദൃഢ നിശ്ചയം നമ്മൾ തന്നെ എടുക്കണം. അസ്ട്രോളജറായി പ്രാക്ടീസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും എടുക്കണം. ഒരു തരത്തിലും അവരുടെ പ്രശ്നം, അവർക്കൊരു ജാതകത്തിൽ ഒരു പ്രശ്നം വരാൻ പാടില്ല എന്നുള്ളത്. കാരണം നമുക്ക് ചിലപ്പം പൊരുത്തം നോക്കുമ്പം ശരിയാ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സീനിയേഴ്സിൻ്റെയോട് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഗുരുനാഥനോട് ചോദിക്കാം, ഇത് ശരിയാ വരുന്നില്ല, ഒന്ന് ശരിയാക്കി തരണമെന്ന് അവർ പറയും. അപ്പോൾ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗുരുനാഥനോട് കാണിച്ച് അതിനെ ശരിയാക്കി പറഞ്ഞു കൊടുത്താലും നല്ലതല്ലേ. നമ്മളറിയാതെ തെറ്റിപ്പോയി അവരുടെ ജീവിതം പാഴാക്കുന്നതിനേക്കാളും അത്ര ബെറ്റർ. അല്ലെങ്കിൽ എനിക്ക് വന്നിട്ടുള്ളൂ, നിങ്ങൾ വേറെ ഒരാളെ കാണിച്ചോളൂ എന്നെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അടുത്തത്, നല്ലവണ്ണം നമുക്ക് കോൺഫിഡൻസ് ആണ്, നല്ല രീതിയിൽ പൊരുത്തം നോക്കുന്നുണ്ട്, എല്ലാം സക്സസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതി നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 200, 300 റേറ്റിനൊന്നും പൊരുത്തം നോക്കരുത്. കാരണം നിങ്ങൾക്കൊരു നല്ലൊരു റേറ്റ് ഫിക്സ് ചെയ്യണം. കാരണം അത്രയും നല്ല പൊരുത്തം നോക്കുന്നത് വലിയൊരു ടാസ്ക്കാണ്, അത് അത്രയും വലിയ കഷ്ടമാണ്. അപ്പോൾ അതിന് നമ്മൾ അതും 2 ജാതകം നോക്കണം. ഒരുപാട് നേരം പലതും ചില ആൾക്കാർക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റുമായിരിക്കും, എങ്കിലും അത് 2 ജാതകമാണ് നോക്കേണ്ടത്. അപ്പോൾ അതിൻ്റേതായ റേറ്റ് പല ലക്ഷങ്ങൾ ചിലവാക്കി അവർ വിവാഹം നടത്താൻ പോകുന്നു. അപ്പോൾ ഇവിടെ പൊരുത്തം നോക്കി കൊടുക്കുക, മുഹൂർത്തത്തിന് ഡേറ്റ് എല്ലാം കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ള റേറ്റ് നിങ്ങളുടെ സമയത്തിനനുസരിച്ച്, നിങ്ങൾ പഠിച്ചതിനനുസരിച്ച്, നിങ്ങളുടെ പ്രാവീണ്യത്തിനനുസരിച്ച് നിങ്ങൾ റേറ്റ് ഫിക്സ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ അപ്പോൾ അത്രയും ആൾക്കാർ മാത്രമേ വരുള്ളൂ, എല്ലാവരും വരില്ല, കുറച്ച് ആൾക്കാരേ വരുള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ അതും നമ്മുടെ ഗ്രേഡ് കൂട്ടാനും അതും നല്ലതാണ്. അതേ ഞാൻ പറയുന്നത്, നല്ല വിധത്തിൽ പൊരുത്തം നോക്കിയിടയ്ക്ക് ഒരു പ്രശ്നം വരാത്ത നല്ലതാ പൊരുത്തം നോക്കിക്കൊടുക്കുക. അതായത് ദോഷമുള്ള ജാതകം തന്നെ വരട്ടെ, അതിന് മാച്ചിങ് എന്ന് പറയുമ്പോൾ ആ രീതിയിൽ നല്ല ഒരു ജാതകം ചേർത്ത് 2 പേർക്കും പ്രശ്നമില്ലാതെ പോകുന്ന രീതിയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ലേ. ആ കോൺഫിഡൻസിൻ്റെ ഫീസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങാം. ഇത് എൻ്റെ മനസ്സിലെപ്പോഴും എനിക്ക് അങ്ങനെയാണ്. കാരണം നല്ല രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുക, അതിന് തക്കവണ്ണമുള്ള ഫീസും വാങ്ങുക. കാരണം ആർക്കും ഫ്രീ ആയിട്ടൊന്നുമല്ല, അത് അതിൻ്റേതായ രീതിയിൽ തന്നെ പോകണം. ഓക്കെ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സൂര്യനാണ് അല്ലെങ്കിൽ ചൊവ്വയാണ്. ഇവർ 2 പേരുമാണ് എല്ലാവർക്കും പ്രശ്നം. ചൊവ്വ ദോഷം എന്ന് പറയുന്നു, അല്ലെങ്കിൽ സൂര്യനെ കൊണ്ടുള്ള ദോഷം എന്ന് പറയുന്നു, അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ ദോഷം എന്ന് പറയുന്നു. നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, ജാതകത്തിൽ രാഹു കേതുക്കൾ മാറി മാറി നിൽക്കും. ലഗ്നത്തിൽ നിൽക്കും, 2-ൽ നിൽക്കും, 8-ൽ നിൽക്കും, ഇങ്ങനെ മാറി മാറി അവർ 2 പേരും കറക്റ്റാണ് 7ാമത്തേതിൽ നിൽക്കും. അത് എങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷെ അത് ഒരു ദോഷമാണെന്ന് പറഞ്ഞ് ഒരു പഞ്ചിൽ സർപ്പം നിൽക്കുന്നു എന്ന് വെച്ചോളൂ, നമ്മുടെ പരദേവതയുടെ കാവ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സർപ്പം കാണും, അവിടെ സർപ്പാരാധന കാണും. അതായിരിക്കും സർപ്പാരാധനയായിരിക്കും വെച്ചാരാധന. അപ്പോൾ അതിന് 5-ൽ ചിലപ്പം പൂർവികത്തിൽ 5 രാഹു നിൽക്കും. 7-ൽ രാഹു നിന്ന് കഴിഞ്ഞാൽ വരാൻ പോകുന്ന പെൺകുട്ടിയോ ചെക്കനോ അവർക്ക് 3 പ്രദേശമായിരിക്കും, 3 സിസ്റ്റേഴ്സായിരിക്കും, അങ്ങനെ എടുക്കാം. 9-ൽ നിന്ന് കഴിഞ്ഞാൽ അച്ഛന് ബ്രദേഴ്സ് 3 പേരുണ്ടായിരിക്കാം, അങ്ങനെയൊക്കെ എടുക്കും. പെരുക്കമാണ് രാഹു എന്ന് പറഞ്ഞത്, പെരുപ്പിച്ച് കാണിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അവിടെ ഇപ്പോൾ സർപ്പദോഷം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കേ വേണ്ട. കാരണം സർപ്പദോഷം ആണെങ്കിൽ നമുക്ക് ഒരു ജാതകത്തിൽ സർപ്പദോഷമാണെങ്കിൽ നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല, വെളിയിൽ പോകാൻ പറ്റില്ല, സർപ്പം നമ്മൾ ഉപദ്രവിക്കില്ലേ. അപ്പോൾ അതെങ്ങനെയാണ് സർപ്പദോഷം വരുന്നത് അതറിയില്ല. അതുകൊണ്ട് അത് ഇല്ലെന്നാണ് പൊതുവെ. ആരും സർപ്പദോഷത്തിനെ പേടിച്ച് പൊരുത്തത്തിൽ നോക്കാറില്ല. സർപ്പം എവിടെ വേണേൽ നിൽക്കട്ടെ, നിങ്ങൾ അതനുസരിച്ചുള്ള മാച്ചിങ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. 5-ൽ നിന്നാലും ശരി, 7-ൽ നിന്നാലും ശരി, ലഗ്നത്തിൽ നിന്നാലും ശരി. അപ്പോൾ അതനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി, അതൊന്നും പ്രശ്നമില്ല. അതിനൊന്നും മാറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിനെ മാറ്റി നിർത്തിക്കൊണ്ടും പൊരുത്തം നോക്കണ്ട. ഓക്കെ. അടുത്തത് സൂര്യൻ എന്ന് പറയുന്നത്, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സൂര്യൻ. അതായത് ഇപ്പോൾ സൂര്യൻ എന്ന് പറയുമ്പോൾ അതെന്താ പറയുക, ഒരു ആണവം, ഒരു ഗംഭീരം, എവിടെയും തലകുനിച്ച് നിൽക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു ക്യാരക്ടറായിരിക്കും. അപ്പോൾ ഇവരോടൊപ്പം ഭയങ്കര പെർഫെക്ഷനായിരിക്കും. നമ്മളെ കൂടെ ഉള്ളവർ അത്രയും ആരായിരുന്നാലും, അമ്മയാട്ടെ അച്ഛനാവട്ടെ
മക്കളാകട്ടെ, വൈഫാവട്ടെ, അല്ലെങ്കിൽ ഹസ്ബൻഡാവട്ടെ, ആരായാലും ഇവരുടെ രീതിയിൽ അതേപോലെ പോകണം, അടിമ പോലെ പോകണം. അവരെന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു അതുപോലെ അനുസരിക്കണം. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടറുള്ള ഒരാളിനോട് ഒരു പൊരുത്തം നോക്കുമ്പോൾ ഈക്വലി ബലമുള്ള ആ സൂര്യനെ തന്നെ മറ്റേ ജാതകത്തിലും ചേർക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് ഇപ്പോൾ തുലാലഗ്നം എന്ന് എടുത്തോളൂ. തുലാലഗ്നം സൂര്യൻ 11ൻ്റെ അധിപതിയാണ് കേട്ടോ. 11ൻ്റെ അധിപതിയാണ്. സൂര്യൻ ഇവിടെ 7 നിൽക്കുകയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സൂര്യൻ 7 നിൽക്കണം. ഇവിടെ ഉച്ചനായവൻ്റെ ഡിഗ്രിക്കുള്ളിൽ നിൽക്കുകയാണെങ്കിൽ ഉച്ചനാണ്. അപ്പോൾ ഉച്ചനായിട്ട് നിൽക്കുകയാണ്. ആ തുലാലഗ്നം ചരരാശിയാണ്. ആ ചരരാശിയുടെ 11 എന്ന് പറഞ്ഞാൽ ബാധകാധിപതിയാണ്. മനസ്സിലായില്ലേ? ഈ ബാധകാധിപതിയാണ് പോയി 7 നിൽക്കുന്നത്. ഉച്ചനായിട്ട് നിൽക്കുന്നു എന്ന് വെച്ചോളൂ. ആ ഡിഗ്രിക്കുള്ളിൽ നിൽക്കുന്നു, ഉച്ചനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും നല്ലവണ്ണം ജാതകം പൊരുത്തം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ അത് പുനർവിവാഹത്തെ കാണിക്കും. ശരിക്കും പിന്നെ പൊരുത്തം നോക്കിയില്ലെങ്കിൽ, നല്ലവണ്ണം ചേർത്തില്ലെങ്കിൽ, കാരണം 7 നിന്നുകൊണ്ട് ലഗ്നത്തെ നോക്കുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രശ്നം ആകും അത്. അപ്പോൾ അതുകൊണ്ട് വളരെ ബാധകാധിപതിയുമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ ശ്രദ്ധിച്ച് വേണം ഇവിടെ പൊരുത്തം നോക്കാൻ. അപ്പോൾ ഈ പൊരുത്തം നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതേ സമയം വേറൊരു ജാതകം, ഇതേ ജാതകം എന്ന് വെച്ചോളൂ, ഇതേ ലഗ്നം എന്ന് വെച്ചോളൂ. ഇവിടെ സൂര്യൻ നീചാവസ്ഥയാണ്. ഇത് ആദ്യം പറഞ്ഞത് ആൺകുട്ടിയുടെ എന്ന് വെച്ചോളൂ, ഇത് പെൺകുട്ടിയുടെ ജാതകം എന്ന് വെച്ചോളൂ. ഇവിടെ സൂര്യൻ നിൽക്കുന്നു. അപ്പോൾ ലഗ്നത്തിൽ സൂര്യൻ എന്ന് പറഞ്ഞത് നീചാവസ്ഥയാണ്. തുലാത്തിലാണ് നിൽക്കുന്നത്, അത് നീചമാണ്, സൂര്യന് നീചാവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ഉച്ചനായിട്ട് നിൽക്കുന്ന ഒരു ജാതകവും നീചനാകുന്ന ഒരു ജാതകം, അപ്പോൾ 2 പേർക്കും എങ്ങനെ ശരിയാവും? ഈക്വലി ബലം വേണ്ടേ? സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ബലം എന്ന് പറയുന്നത്, സൂര്യൻ്റെ അടുത്ത് നിൽക്കുന്ന ഗ്രഹം എന്തായാലും അത് കമ്പസ്റ്റ് ആയിപ്പോൾ, വളരെ ക്ലോസ് ആയിട്ടുള്ള ഡിഗ്രിയിൽ വരികയാണെങ്കിൽ അത് കമ്പസ്റ്റ് ആയിപ്പോൾ, അതായത് ഭസ്മമായി പോകുമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ പുരാണത്തിൽ നമുക്കൊരു സ്റ്റോറിയുണ്ട്. സൂര്യന് പിന്നെ ചൂട് താങ്ങാൻ വയ്യാതെ വൈഫ് വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് വൈഫിനെ റെഡിയാക്കി വെച്ചിട്ട് സ്ഥലം വിട്ടു എന്നാണ് പറയുന്നത്. ആ ഒരു സ്റ്റോറി നമുക്കറിയാം. അപ്പോൾ അത് എത്രത്തോളം ഇത് എന്താ പറയണേ പ്രശ്നമാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതായത് അതേ ബലത്തോടു കൂടി എങ്ങനെയായിരുന്നാലും എവിടെ നിൽക്കുന്നു അതിൻ്റെ ബലം നോക്കി, ഡിഗ്രി നോക്കി, നക്ഷത്രങ്ങളൊക്കെ നോക്കിയിട്ട് അതേ ബലമായിട്ടുള്ള ഒരു സൂര്യനെ തന്നെയാണ് ഈ ജാതകത്തിൽ അവർക്ക് ചേർക്കേണ്ടത്. അല്ലാതെ ബലം കുറഞ്ഞ് ചേർക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നം വരും. ഇത് മനസ്സിലായില്ല? ഇത് ഉച്ചനാണ്, ഇവിടെ നീചമാണ്. അപ്പോൾ ഈ നീചവും ഉച്ചവും കൂടെ ചേർന്നാൽ, അതും ചില ബുക്കുകളിലൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളത്, ഉച്ചനെയും നീചനെയും ഒരേ ഗ്രഹം ഉച്ചനാവാം, ഒരേ ഗ്രഹം തന്നെ ഉച്ചനും നീചമായാലും അവരുടെ കാരകത്വത്തിനനുസരിച്ച് ജീവിതകാലം ഫുള്ളാ പ്രശ്നം ഉണ്ടാവും എന്നാണ് പറയുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ സൂര്യൻ എന്ന് പറഞ്ഞത് ചേർക്കേണ്ട വിധം ചേർക്കണമെന്നാണ് പറഞ്ഞത്. ഈക്വലി നല്ല ബലമായിട്ട് തന്നെ ചേർക്കണം, അല്ലെങ്കിൽ അവർ തമ്മിൽ ക്ലാഷ് ആകും. കാരണം അവരെ കൂടെ ജീവിക്കുന്നത് ടോർച്ചറാണ്. 7 ലഗ്നത്തിലോ സൂര്യൻ നിൽക്കുന്ന വ്യക്തിയോട് പിന്നെ വൈഫോ ഹസ്ബൻഡോ അഡ്ജസ്റ്റ്മെൻറ്റ് ഭയങ്കര കഷ്ടമാണ്, ടോർച്ചറാണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ നിൽക്കില്ല. അപ്പോൾ അതേപോലെ ഈട് കൊടുക്കാൻ ശക്തിയുള്ള ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ ഒത്തുപോവുകയുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇത് ഓരോ ജാതകത്തിലും നിങ്ങൾ നോക്കുക, അങ്ങനെ ശരിയാ വരുന്നുണ്ടോ. ഓരോ വീട്ടിൽ എന്തെങ്കിലും ഇപ്പോൾ ഡിവോഴ്സായ ജാതകങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളും കാണാം. മനസ്സിലായില്ല? അപ്പോൾ സൂര്യനെ ചേർക്കുമ്പോൾ ഈക്വലി ബലമുള്ള സൂര്യനെ തന്നെ മറുജാതകത്തിലും ചേർക്കണം. ഓക്കെ. അടുത്തത് ചൊവ്വയ്ക്കും ഇതേ ദോഷം പറയുന്നുണ്ട്. ഇതൊന്നും ആൺകുട്ടികൾക്ക് പറയുന്നില്ല, പെൺകുട്ടികൾക്ക് മാത്രമാണ്. ഈ ചൊവ്വയുടെ ദോഷം എന്ന് പറയുന്നത്, അങ്ങനെ ചൊവ്വ ദോഷമില്ല എങ്കിലും ആ ചൊവ്വയ്ക്കുള്ള അത് ഒരു ക്യാരക്ടറാണ്. ഈഗോ, ദേഷ്യം, എന്തും പറയാനുള്ള ഒരു തോന്നൽ, ആരെയും എന്തും പറയും, എവിടെയും പറയും, പരിസരബോധമൊന്നും കാണില്ല. അത് അമ്മയാണോ, അച്ഛനാണോ, സഹോദരനാണോ, വൈഫാണോ, കുട്ടികളാണോ, ഒന്നും നോക്കില്ല, എന്തും അവർ പറയും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ക്യാരക്ടർ 2 പേരും ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരില്ലേ? 2 പേരും വായാടും, 2 പേരും പിന്നെ സംസാരിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ ഹസ്ബൻഡും വൈഫും ഒരേപോലെ നമ്മൾ ചൊവ്വയൊക്കെ ചേർത്ത് വെച്ച് കൊടുത്താൽ എന്താവും? ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടുവരില്ല, എന്താ പോയി കുടിച്ചുകൂടെ എന്ന് പറയും.
നിങ്ങൾക്ക് എടുത്ത് കുടിച്ചാൽ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ വൈഫ് അങ്ങനെ ചോദിക്കും. ഹസ്ബൻഡ് ആണെങ്കിൽ എന്താ നീ വെള്ളം കൂടെ എടുത്തു കൊണ്ടുവന്ന് നീ കുടിച്ചുകൂടെ എന്ന് പറയും. ഇങ്ങനെ അവർ തമ്മിലുള്ള ഇത് ഞാൻ സിമ്പിളാണ് പറയണേ, ഇതുപോലുള്ള ക്ലാഷ് ഒരുപാടുണ്ടാകും. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, അപ്പോൾ ഈ ചൊവ്വ ചേർക്കുമ്പോൾ അതനുസരിച്ച് ആ ചൊവ്വയുടെ എത്ര ബലമുണ്ടോ അതനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഓക്കെ. അടുത്ത ഇനി ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം നമുക്കിപ്പോൾ മാംഗല്യസ്ഥാനം പറയും. 8 എന്നുള്ളത് മാംഗല്യസ്ഥാനമാണ്. തമിഴ്നാട്ടിലാണ് കേട്ടോ, കേരളത്തിലുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചതുകൊണ്ട് പറയണം. അപ്പോൾ അത് ഇപ്പോൾ ഒരു ഇത് ലഗ്നം എന്ന് വെച്ചോളൂ, വെറുതെ ഞാൻ പറയണേ, ലഗ്നം എന്ന് വെച്ചോളൂ. അപ്പോൾ ലഗ്നത്തിൻ്റെ 7 ഇതാണ് 7 അല്ലേ, മകരലഗ്നം. ലഗ്നത്തിൻ്റെ 7 കർക്കിടകം. ആ 7ൻ്റെ 2 8. 7ൻ്റെ അടുത്തത് 7ൻ്റെ 8 എന്ന് പറയുന്നത് 7ൻ്റെ 2. 7ൻ്റെ 2 8. മനസ്സിലാക്കിക്കോളൂ. ലഗ്നം മകരലഗ്നം. അപ്പോൾ മകരലഗ്നത്തിൻ്റെ 7ാം അധിപതി. അപ്പോൾ 7 അധിപതി എവിടെ നിൽക്കും? നമ്മൾ പൊതുവെ ഭാവം മാത്രം പറയുകയാണ്, അധിപതിയും നോക്കണം. അപ്പം ഭാവത്തിൻ്റെ 7ൻ്റെ 2 8. 7ൻ്റെ 2 8. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ 7ൻ്റെ 2 നോക്കുമ്പോൾ വൈഫിന് വാക്കുസ്ഥാനം, വൈഫിൻ്റെ കുടുംബം അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ പാർട്ട്ണർ എടുക്കും. പിന്നെ കുടുംബമാവാം, അല്ലെങ്കിൽ വാക്കുസ്ഥാനമാവാം, അവരുടെ വരുമാനമാവാം. ഇങ്ങനെ നമ്മൾ എടുക്കണം. ആ രണ്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ ഈ 8ന് കൊടുക്കണം. വൈഫിൻ്റെ സ്ഥാനത്ത് ഹസ്ബൻഡിൻ്റെ സ്ഥാനത്ത് കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെയും ഇവിടെ 2-ൽ ഒരു ഗ്രഹം നിൽക്കുന്നു, ഏതെങ്കിലും ഒരു പാപഗ്രഹം നിൽക്കുന്നു എന്ന് വെച്ചോളൂ. ഇത് നേരെ നോക്കുന്നത് 8നെ ആയിരിക്കും. ചൊവ്വയാണെന്ന് വെച്ചോളൂ, നേരെ നോക്കുന്നത് 8നെ ആയിരിക്കും. അപ്പോൾ ലഗ്നത്തിൻ്റെ 2 ശരിയല്ല, അതും പോയി. അപ്പോൾ 7ൻ്റെ 2 പോയി. അപ്പോൾ ഇവർ രണ്ടുപേരുടെ പ്രശ്നമല്ലേ? ഇവിടെയും ചൊവ്വ നിൽക്കുന്നു, ചൊവ്വ ഇവിടെയും നോക്കുന്നു. അപ്പം ഈ പാപഗ്രഹങ്ങൾ ഏതുമാവട്ടെ, അപ്പം അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ അതേസമയം അപ്പോൾ വാക്കുസ്ഥാനം ശരിയല്ല, ഇവിടെയും വാക്കുസ്ഥാനം ശരിയില്ല, ഇവിടെയും വാക്കുസ്ഥാനം ശരിയില്ല. അപ്പം അതുകൊണ്ടും പ്രശ്നങ്ങളുണ്ടാകാം. എല്ലാം അത് മാത്രം ആവില്ല, അതിലും പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇനി മംഗല്യസ്ഥാനം എന്ന് പറഞ്ഞില്ലേ, അതെന്തെന്ന് വെച്ചാൽ ലഗ്നത്തിൻ്റെ 7ാം അധിപതി 7. 7ൻ്റെ 2 8. ഓക്കെ. ഈ മംഗല്യസ്ഥാനം എന്ന് പറയുന്നത് 7ൻ്റെ 8. 7ൻ്റെ ആയുർഭാവം 1 2 3 4 5 6 7 8. മനസ്സിലായില്ലേ? 7ൻ്റെ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ അത് 8 വരുന്നത്. 7ൻ്റെ വൈഫിൻ്റെ അല്ലെങ്കിൽ ഹസ്ബൻഡ് പാർട്ട്ണറുടെ ആയുർഭാവമാണ് 2. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ടാണ് ഈ മാംഗല്യസ്ഥാനം പറയുന്നത് 2നെയും 2ഉം 8ഉം നോക്കണം, 2ഉം 7ഉം നോക്കണം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് 7ൻ്റെ 8 ആയുർഭാവമാണ് 2. ലഗ്നത്തിൽ നിന്ന് നോക്കുമ്പോൾ 8 അവരുടെ ആയുസിൻ്റെ ഭാവം. മനസ്സിലായില്ല? അപ്പോൾ ഈ 2ഉം 8ഉം ശ്രദ്ധിക്കണം. അപ്പോൾ 2-ൽ ഒരു ചൊവ്വ നിൽക്കുന്നു, 8ൽ നിൽക്കുന്ന പാവനെ അങ്ങനെ വിട്ടേക്കാം, അങ്ങനെയല്ല. അപ്പം നമ്മൾ ഒരു പൊരുത്തം എന്ന് പറയുമ്പോൾ 2 7 2 8 3 എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആയുസിൻ്റെ ബലം നോക്കും. അതായത് ലഗ്നത്തിൻ്റെ എല്ലാം ഭാവം വെച്ച് നോക്കാം. നമുക്ക് ഭാവാധിപതി നോക്കണം, പക്ഷെ ഭാവം വെച്ച് നോക്കാം. ഭാവത്തിൻ്റെ ഇപ്പോൾ 8 എന്ന് വെച്ച് പറഞ്ഞാൽ നമ്മുടെ ആയുസ്, ഇത് ലഗ്നം അല്ലേ? ലഗ്നം ഇത് നമ്മുടെ ഒരു ലഗ്നത്തിൻ്റെ ആയുസ്സാണ്. നമ്മുടെ ആയുസ് പറയുന്നത് 8ാം ഭാവമാണ്. ഈ 8ൻ്റെ 8 1 2 3 4 5 6 7 8. മനസ്സിലായി? 8ൻ്റെ 8. നിങ്ങൾക്കിത് മനസ്സിലായില്ലേ? നിങ്ങൾ വീണ്ടും വീഡിയോ കണ്ടോളൂ കേട്ടോ. 8ൻ്റെ 8 3. അപ്പോൾ ഈ 3ാം ഭാവവും ബലമായിരിക്കണം. അപ്പോൾ 3ാം ഭാവമൊക്കെ സ്ട്രോങ് ആയിരുന്നാൽ പെട്ടെന്ന് വിവാഹം നടക്കും. മനസ്സിലായി? 8ൻ്റെ 8. മനസ്സിലായില്ല? അപ്പോൾ അതും നമുക്ക് നോക്കണം. നമ്മൾ ആയുസിൻ്റെയും നമ്മുടെ ആയുസ് അതിൻ്റെയും 8 നോക്കണം, എത്ര നല്ലതാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ദീർഘായുസൊക്കെ പറയുന്നതൊക്കെ ആ രീതിയിലാണ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ 7ൻ്റെ 8 എന്ന് പറഞ്ഞത് 7ൻ്റെ 2 എന്ന് പറയുന്നത് നമ്മുടെ ആയുസിനെ പറയുന്നു. നമ്മുടെ 2 എന്ന് പറയുന്നത് വൈഫിൻ്റെ അല്ലെങ്കിൽ സ്പൗസിൻ്റെ ആയുസ് എന്ന് പറയുന്നു. മനസ്സിലായോ? ലഗ്നത്തിൻ്റെ 8 എന്ന് പറഞ്ഞത് അവനവൻ്റെ ആയുസ് നോക്കുന്നത്. അതേസമയം ലഗ്നത്തിൻ്റെ 2 എന്ന് പറയുന്നത് 7ാം ഭാവത്തിൻ്റെ 8 ആയുസ്. അപ്പോൾ രണ്ടുപേരുടെ ആയുസും ഇവിടെ 2ലും 8ലും കിടക്കുന്നു. മനസ്സിലായില്ലേ? ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ വെറുതെ ശ്രദ്ധിക്കാൻ വേണ്ടി, ഇതൊക്കെ സൂക്ഷ്മമായ കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതാണ്.
ഓക്കെ. അതുപോലെ 12 നോക്കണം, അയനശയന സുഖം, നല്ല ഉറക്കം വരുന്നുണ്ടോ, അതൊക്കെ നോക്കണതൊക്കെ 12-ാം ഭാവം. പിന്നെ എല്ലാം കാര്യങ്ങളും നമ്മൾ നോക്കിയാലും വേറെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ സൗകര്യം പോലെ ഓരോ വീഡിയോ തരുന്നതാണ് കേട്ടോ. പിന്നെ ഇത്രേ ഞാൻ എഴുതിയിട്ടുള്ളൂ ഇന്നത്തേത്. പിന്നെ പൊതുവെ ലഗ്നാധിപതി 2-7 ബലം, ഇതൊക്കെ ബലമാണെങ്കിൽ പെട്ടെന്ന് വിവാഹം നടക്കും. അപ്പം ഇവിടെ തമിഴ്നാട്ടിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കും, ലഗ്നത്തിന് ബലമുണ്ടോ എന്ന് നോക്കും. കാരണം ലഗ്നാധിപതി ഇത് രണ്ടും സ്ട്രോങ് ആണോ നോക്കും, ആയുസിൻ്റെ കാര്യം നോക്കും, ഇതുപോലെ 8 നോക്കും, ഓരോ 8-ൻ്റെ 8 നോക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയണേ, 8, 2, 7, 12 ഇങ്ങനെ ഓരോന്ന് നോക്കും. അതുപോലെ ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്ന സ്ഥിതി നോക്കും, എവിടെ എങ്ങനെയാണ് നിൽക്കുന്നത് അതൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് ഈ 2ഉം 7ഉം ഒരുപക്ഷെ ഈ സൂര്യൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് 2ഉം 7ഉം മോശമായി പോയെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പിന്നെ പ്രശ്നങ്ങൾ വരും. 2ഉം 7ഉം സ്ട്രോങ് ആണെങ്കിൽ അത്ര വലിയ പ്രശ്നം വരുന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ 2-ാം ഭാവം കുടുംബം നല്ല രീതിയിൽ ആ വാക്കുസ്ഥാനം, ആ കുടുംബം, ആ 2ഉം നന്നായി, അതുപോലെ 7ഉം നന്നായി, 8ഉം നന്നായി ഒക്കെ ഇരിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളിൽ, പൊരുത്തങ്ങളിൽ, പിന്നെ ചെറിയ പൊരുത്തങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും അതൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ നീണ്ടുപോകും. അപ്പം വലിയ കോംപ്ലിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞ് വരുന്നതാണ് ഈ 2ഉം 7ഉം ഒക്കെ കെട്ടുപോയി, സൂര്യനും പ്രശ്നം, ചൊവ്വയും പ്രശ്നം, മറ്റു പിന്നെ പാപഗ്രഹങ്ങളുടെയൊക്കെ പ്രശ്നം എന്നൊക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ജാതകത്തിന് ശ്രദ്ധിക്കേണ്ടത്. അതിന് പകരം നല്ല ബലമുള്ള ആയുസിൻ്റെയൊക്കെ ബലമുള്ള ഒരു ജാതകങ്ങളൊക്കെ ചേർക്കേണ്ടത്. ചിലർക്ക് പുനർവിവാഹം പുനർവിവാഹം വരാം, അല്ലെങ്കിൽ ആ ദോഷം വരാം, താലിദോഷം വരാം, ഇങ്ങനെയൊക്കെയുള്ള ജാതകങ്ങൾക്കാണെങ്കിൽ അപ്പം വരുന്ന ഇപ്പോൾ പേരൻസിനെയൊക്കെ പേടിപ്പെടുത്താനൊന്നും പാടില്ല. അതിന് തക്കവണ്ണം ഉള്ള അവരോട് അതൊന്നും പറയാൻ പാടില്ല. നല്ല ജാതകം, നല്ല ആയുസ് ബലമുള്ള മറു ജാതകം ചേർത്ത് കൊടുക്കണം. അപ്പം അങ്ങനെ അവരുടെ ജാതകത്തിൽ അവർക്കും ആയുസ് സ്ട്രോങ് ആയിരിക്കണം, വരുന്ന വൈഫിനും സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെ രീതിയിലുള്ള ജാതകങ്ങളൊക്കെ പരുത്തി കൊടുക്കണം. അപ്പോൾ പ്രശ്നങ്ങൾ വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ലഗ്നത്തിൽ ഒരു ഗ്രഹം നിന്നെന്ന് വെച്ചോളൂ, ആ ഗ്രഹം നേരെ 7ലോട്ട് നോക്കൂലേ, അപ്പോൾ നോക്കുന്ന ആ സമയത്ത് ആ ദശ നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് കല്യാണം നടക്കും. അപ്പോൾ അതിന് നമുക്ക് ഗുരുവിൻ്റെ ദശ വന്നില്ല, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഗോചരത്തിൽ വന്നില്ല, അതൊന്നും നോക്കണ്ട. ചിലപ്പോൾ ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹമായിരിക്കും ആ ദശ നടക്കുന്നതാണെങ്കിൽ, വിവാഹപ്രായമാണെങ്കിൽ പെട്ടെന്ന് വിവാഹം നടക്കേണ്ട ഒരു ചാൻസ് വരും. പിന്നെ എല്ലാം പോകട്ടെ, ഇനിയൊരു കാര്യം പറഞ്ഞു തരാം. കുളമായി. നമ്മളിപ്പോൾ ജാതകത്തിൽ ഇപ്പോൾ ജാതകത്തിൻ്റെ ഫലങ്ങൾ പറയാനാണ് ഈ ദൃഷ്ടി ഉപയോഗിക്കുന്നത്. ഈ പൊരുത്തത്തിന് ആരും ദൃഷ്ടി ഉപയോഗിച്ച് കണ്ടിട്ടില്ല. സൂര്യൻ നോക്കുന്നു, ചൊവ്വ നോക്കുന്നു, ശനി നോക്കുന്നു എന്നൊന്നും എവിടെയും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല, ഞാനും പഠിച്ചിട്ടില്ല. അപ്പോൾ അത് ജസ്റ്റ് ഫലങ്ങൾ പറയാനാണ്. അപ്പോൾ ഇതും കൂടെ കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഏത് 2ലും ഒരു ഗ്രഹം നിൽക്കണോ, അല്ലെങ്കിൽ അതുപോലെ മറ്റേ ജാതകത്തിൽ നിൽക്കുന്ന ആ ഓരോ ഭാവത്തിൽ അല്ലെങ്കിൽ ഓരോ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്കനുസരിച്ച് മറ്റേ ജാതകത്തിലും എങ്ങനെയുള്ള ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നനുസരിച്ചാണ് പൊരുത്തമാണ് നോക്കുന്നത്. ഇവിടെ ദൃഷ്ടിയുടെ ആവശ്യമില്ല. സൂര്യൻ നോക്കുന്നു, അല്ലെങ്കിൽ ശനി നോക്കുന്നു, ചൊവ്വ നോക്കുന്നു പറഞ്ഞാൽ അത് ഫലങ്ങൾ പറയാനുള്ള ഇതിന് ചിലപ്പം അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ആ ദൃഷ്ടി എന്നുള്ളത്. പൊരുത്തത്തിൽ പൊരുത്തപ്പെടുത്തുകയാണ്. ആ ഒരു ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തോടെ മറുജാതകത്തിലുള്ള ഗ്രഹത്തിന് പൊരുത്തപ്പെടുത്തുന്നു, അത് സെറ്റാവുന്നതെന്ന് നോക്കുന്നു. അങ്ങനെയാണ് പൊരുത്തം നോക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ദൃഷ്ടിയുടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ കൂടുതൽ പഠിക്കുമ്പോൾ അതിനെപ്പറ്റി വരുമോ എന്നറിയില്ല. എങ്കിലും പൊരുത്തങ്ങൾ ഇങ്ങനെയാണ്, ഗ്രഹങ്ങൾ തമ്മിലാണ് പൊരുത്തപ്പെടുത്തുന്നത്, അല്ലാതെ ദൃഷ്ടി കൊണ്ടല്ല. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ അപ്പടിയേ അതാണ് ശരി എന്നൊന്നും എടുക്കണ്ട. നിങ്ങൾ പല ജാതകങ്ങൾ ഇങ്ങനെ വെരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ഒരുപാട് ഡിവോഴ്സായ ജാതകങ്ങളൊക്കെ കാണും, എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ. അതുമാതിരി ഞാനിവിടെ തമിഴ്നാട്ടിൽ പഠിച്ചത് ചൊവ്വയാണ് ഭർത്തൃകാരകൻ, ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് റൊമാൻസിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ ശുക്രനും ചൊവ്വയുമാണ്. അതായത് ശുക്രൻ പശു, ചൊവ്വ കാള, അങ്ങനെയാണ്. പശുവും കാളയും ജോഡിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു രാശിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ
അത് നല്ല ഇതൊക്കെ അതൊരു പൊരുത്തമായിട്ടാണ് പറയുന്നത്. അത് ശൃംഗാരമാണ്. ഇപ്പം നമ്മൾ പൊതുവെ എല്ലാവരും പറയും അത് കാമമാണ്, ശുക്രനും ചൊവ്വയും ചേർന്നിരുന്ന പെണ്ണുങ്ങളെ തേടിപ്പോവും, അല്ലെങ്കിൽ അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ പറയാറുണ്ട്. പക്ഷെ അതല്ല, അത് ശൃംഗാരമാണ്. അപ്പോൾ ആ തരത്തിൽ അതാണ് അതൊക്കെ ജാതകത്തിലുണ്ടെങ്കിലൊക്കെ അത് ചേർത്ത് വെക്കാം. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു പ്ലസ് പോയിൻ്റായിട്ട് എടുക്കാറുണ്ട് ചൊവ്വയും ശുക്രനും. കാരണം ഞാനിവിടെ പഠിച്ചത് ചൊവ്വയായിട്ടാണ്. ഇപ്പോൾ പെൺകുട്ടികളുടെ ജാതകത്തിൽ ചൊവ്വ നല്ല സ്ട്രോങ് ആയിരിക്കണമെന്ന് പറയും, അതുപോലെ ആൺകുട്ടികളുടെ ജാതകത്തിൽ ശുക്രൻ നല്ലതായിരിക്കണം എന്ന് പറയും. അപ്പം ഈ തരത്തിലൊക്കെ അപ്പോൾ ഓരോ ജാതകത്തിലും അല്ലെങ്കിൽ 6, 8, 12 വരാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് കുറച്ചുകൂടെയൊക്കെ പഠിച്ച ശേഷം അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനിത് പറയുന്നത് വെറുതെ അല്ല, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ഇട്ട് തരികയാണ്. ഇതൊക്കെ നിങ്ങൾ ഓരോ ജാതകത്തിലൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. സൂര്യൻ ബലമായിട്ടുള്ള സൂര്യനാണ് ചേർത്തിട്ടുള്ളത് നോക്കുക. ചൊവ്വയ്ക്ക് അതുപോലെ എങ്ങനെയാണുള്ള ചൊവ്വ ചേർത്തിട്ടുള്ളത് നോക്കുക. അതുപോലെ 2ഉം 8ഉം ശരി നല്ല ഓരോ ജാതകത്തിൽ 2ഉം 8ഉം എങ്ങനെയാണ്, 2ഉം 7ഉം എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ പരസ്പരം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.